ഹലോ ആൻഡ് വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ലാലേട്ടൻ വന്ന സൺഡേ എപ്പിസോഡിൽ ഹൗസിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ ലാലേട്ടൻ ചോദിച്ചത് സൺഡേ എപ്പിസോഡിൽ കുക്കിംഗ് ടീമിനെ പറ്റിയായിരുന്നു. കുക്കിംഗ് ടീം എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ അടുത്ത്. അപ്പൊ ഫുഡിനെ കുറിച്ചൊന്നും ആർക്കും നെഗറ്റീവ് പറയാനായിട്ടില്ല. എല്ലാവരും കുക്കിംഗ് അറിയാത്തവരായിരുന്നു കൂടുതലും കുക്കിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും അവർ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി നൽകിയെന്ന് എല്ലാ കണ്ടസ്റ്റൻസും പറയുകയുണ്ടായി. പിന്നെ നമ്മുടെ അനീഷിനെ പറ്റി ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അനീഷ് ഉള്ളിടത്ത് ഇഷ്യൂസ് പിന്നെ സാധാരണമാണല്ലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അനീഷിന്റെ ചില ഇഷ്യൂസ് ഒക്കെ ആൾക്കാർ കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മുടെ കുക്കിംഗ് ടീമിനെ പറ്റി എല്ലാവരും ഡബിൾ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും രേണുവും അക്ബറും തമ്മിലുള്ള ഇഷ്യൂ, ഒരാഴ്ച നമ്മുടെ അക്ബറിന് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു രേണുവിനെ കൺവിൻസ് ചെയ്ത് സോറി പറയാനായിട്ട്. രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിന്റെ പേരിൽ കേട്ടോ. അപ്പൊ ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തൊക്കെയായിരുന്നു അക്ബർ ഏതൊക്കെ രീതിയിലൂടെ രേണുവിനെ കൺവിൻസ് ചെയ്യാൻ നോക്കി എന്നുള്ളതിന്റെ ഒരു വീഡിയോസ് നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മളെയും പ്രേക്ഷകരെയും അവിടെയുള്ള കണ്ടസ്റ്റൻസിനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. അവസാനം ആ വീഡിയോയിൽ ഒന്നും നമ്മുടെ രേണു അത് കൺവിൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രേണു പറഞ്ഞു സോറി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ഇനി ആരോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് രേണു അതിൽ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റനെ പറ്റിയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആഴ്ച മുഴുവൻ ഒരു ഡബിൾ ക്യാപ്റ്റൻസി ആയിരുന്നു. അതായത് നെവിൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ ക്യാപ്റ്റൻ ഷാനവാസ് ആയിരുന്നെങ്കിലും പുറയിൽ നിന്ന് ഡബ് ചെയ്തുകൊണ്ടിരുന്നത് അനീഷ് ആയിരുന്നു. അതായത് ഡബിൾ ക്യാപ്റ്റൻസി ആയിരുന്നു. അനീഷ് ക്യാപ്റ്റൻസി സ്ഥാനം ഫസ്റ്റ് വീക്കില് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരികയാണ്. ക്യാപ്റ്റൻസി സ്ഥാനം വിട്ടുകൊടുക്കുന്നില്ല എന്നാണ് ഷാനവാസും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിന്നെ എല്ലാ കണ്ടസ്റ്റൻസിനടുത്തും ചോദിച്ചു ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച സമയത്ത് എല്ലാവരും ഷാനവാസിനെ പറ്റി ഏറെക്കുറെ നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷെ നമ്മുടെ റെനയുടെ അടുത്ത് ചോദിച്ചപ്പോൾ റെന പറയുന്നത് ഓക്കെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പല സമയത്തും നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻ ശ്രദ്ധിക്കുക എന്ന്. അപ്പൊ അത് ക്യാപ്റ്റൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണല്ലോ ബിഗ് ബോസ് അങ്ങനെ വിളിച്ചു പറയുന്നത്. അപ്പൊ അത് ക്യാപ്റ്റന്റെ ഒരു പോരായ്മ ആണെന്നുള്ള രീതിയിൽ നമ്മുടെ റെന പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ നെവിനെ പറ്റിയായിരുന്നു ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യ സമയങ്ങളിലൊക്കെ നെവിൻ ചെയ്യുന്നത് ഫണ്ണായിട്ട് തോന്നുന്നുണ്ടായിരുന്നു കള്ളത്തരങ്ങളൊക്കെ. പക്ഷെ എങ്കിലും ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ബിഗ് ബോസ് നെവിനെ വാൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ വാണിംഗ് കിട്ടിയിട്ട് നെവിൻ ആ കള്ളത്തരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റുള്ള കണ്ടസ്റ്റൻസിൽ നിന്നും ഒരു പ്രത്യേകതയും നെവിനില്ല. നെവിന് വിശക്കുമ്പോൾ നെവിൻ വീട്ടിൽ കാണിക്കുന്ന പോലെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിക്കുകയാണ് വീണ്ടും. ഒരുപാട് 14 തവണ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു നെവിന്. എങ്കിലും നെവിൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ നെവിന് ലാലേട്ടൻ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ക്യാപ്റ്റൻസി ഈ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ആൾക്കാരിൽ നിന്ന് ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കണം. അതായത് 3 പേരെ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ ചേർന്ന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തു. ക്യാപ്റ്റൻസി ടാസ്ക് സൈക്കിൾ യജ്ഞമായിരുന്നു. അപ്പൊ അതിൽ ടാസ്കിൽ വിൻ ചെയ്തത് നമ്മുടെ ആര്യനാണ്. ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചത് ആര്യനും ജിസൈലും അഭിലാഷും ആയിരുന്നു. അഭിലാഷ് ആദ്യം തന്നെ പുറത്തായി, പിന്നെ ജിസൈലിനെ തോൽപ്പിച്ച് നമ്മുടെ ആര്യൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. അപ്പൊ ഏത് ടാസ്ക് വന്നാലും എപ്പോഴും നമ്മുടെ ആര്യനാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആര്യനാണ്. ഹൗസിനുള്ളിൽ എന്തൊക്കെ നടക്കും, എങ്ങനെയായിരിക്കും ആര്യൻ ഹൗസ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഉള്ളതും നമ്മൾ ഇനി മുന്നോട്ടുള്ള എപ്പിസോഡിൽ കാണേണ്ടതാണ്. പിന്നെ അതിനുശേഷം എവിക്ഷൻ, ഈ വീക്ക് എവിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇന്നലത്തെ സാറ്റർഡേ എപ്പിസോഡിൽ എവിക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ബിൻസി ആയിരുന്നു ഔട്ടായത്. സൺഡേ എപ്പിസോഡിൽ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ലാലേട്ടൻ ഗുഡ് ബൈ പറഞ്ഞു വന്ന സമയത്ത് പറഞ്ഞു ഇനി 7ന്റെ പണികളാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത്, നല്ല പവർഫുൾ ഗെയിംസ് ആണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പോയത്. അപ്പൊ ലാലേട്ടൻ പോയതിനു ശേഷം ഹൗസിൽ നടന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുമോളും ശൈത്യയും തമ്മിലുള്ള സംസാരം. അതായത് ശൈത്യ പല കണ്ടസ്റ്റൻസും പറയുന്നുണ്ട് ശൈത്യ അനുമോളുടെ കൂടെ ചേർന്ന് ഗ്രൂപ്പിസം കളിക്കുന്നു. പക്ഷെ ശൈത്യ അങ്ങനെ അല്ലാതെ ശൈത്യ പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു ടോക്ക് നടന്നു. പിന്നെ ഇതിലൊന്നും പെടാതെ നമ്മുടെ അക്ബറും ശരത്തും മാറിയിരുന്ന് ഓരോരുത്തരെയും പറ്റിയും കമന്ററി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ആര്യൻ ഓരോ ടീമിലേക്കും കണ്ടസ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കിച്ചൺ ടീമിൽ ഈ വട്ടം ആര്യനും അനുമോളും വന്നിട്ടുണ്ട്. ആര്യൻ അനുമോളെയും ശരത്തിനെയുമാണ് കിച്ചൺ ടീമിൽ ഇട്ടിരിക്കുന്നത്. അവര് തമ്മിൽ ഇപ്പൊ ഏറെക്കുറെ വഴക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കിച്ചണിൽ എന്ത് സംഭവിക്കാന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടീം തിരിക്കുന്നതിന് മുന്നേ തന്നെ ശരത്തൊക്കെ അവിടെ ഇരുന്ന് ആര്യനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് കണ്ടന്റ് വേണം, എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് കിച്ചൺ ആണ്, വഴക്കുണ്ടാക്കുന്ന സ്ഥലം അതാണ്. അപ്പോൾ എന്നെ അവിടെ തന്നെ ഇടണം, എന്നാൽ മാത്രമേ എനിക്ക് കുറച്ച് സ്പേസ് കിട്ടുള്ളൂ, സ്ക്രീൻ സ്പേസ് കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയുള്ള വർത്തമാനം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ആര്യൻ ടീം തിരിച്ചത്. പക്ഷെ മറ്റു കണ്ടസ്റ്റൻസ് ചോദിക്കുന്ന സമയത്ത് ആര്യൻ പറഞ്ഞു ഇതെന്റെ മാത്രം തീരുമാനമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കിച്ചണിൽ അടി ഉണ്ടാവുമോ,
ബാക്കി ടീമിന്റെ ഇടയിൽ അടി ഉണ്ടാകുമോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടി ഉണ്ടാകുമോ, ഗെയിംസ് എങ്ങനെയായിരിക്കും, 7 പണികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ ബൈ ബൈ, സീ യു.